ഹലോ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ സെക്കൻഡ് മോഡ്യൂളിലുള്ള ഫോർത്ത് ചാപ്റ്റർ ആണ്. ഇക്കോളജി ആൻഡ് സയൻസ് എന്നുള്ള മോഡ്യൂൾ സെക്കൻഡ് മോഡ്യൂളിലെ ഫോർത്ത് ചാപ്റ്റർ വന്ദന ശിവ എന്ന് പറഞ്ഞ ഓതറിൻ്റെ എസ്സേ ആയിട്ടുള്ള എവറിത്തിങ് ഐ നീഡ് ടു നോ ഐ ലേൺഡ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ്സേ ആണ്. സോ വന്ദന ശിവ, ഷീസ് എൻ ഇന്ത്യൻ ആക്ടിവിസ്റ്റ്, ഇക്കോളജിസ്റ്റ്, ഫിസിസിസ്റ്റ് ആൻഡ് എ റൈറ്റർ ഫ്രം ഉത്തരാഖണ്ഡ്. ഓക്കെ, വന്ദന ശിവ എന്നുള്ള പേര് ഏറ്റവും കൂടുതൽ നമ്മൾ ന്യൂസ് പേപ്പറിലും ഇതിലെല്ലാം കേട്ടിട്ടുണ്ടാവുക ഒരു നേച്ചർ മൊമെന്റ്, അല്ലെങ്കിൽ ഒരു നേച്ചറിന്റെ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രൊട്ടക്ഷൻ, അങ്ങനത്തെ ഒരു നേച്ചറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നെയിമാണ് വന്ദന ശിവ. ഓക്കെ, ആളുടെ പ്രൊഫൈലിൽ പറയുന്ന പോലെ തന്നെ ഒരു ഇന്ത്യൻ ആക്ടിവിസ്റ്റ് ആണ്, ഇക്കോളജിസ്റ്റ് ആണ്. ഷീസ് ഓൾസോ ഫിസിസിസ്റ്റ് ആൻഡ് എ റൈറ്റർ, and she's often called Gandhi of Grain, the eco rock star of the anti-GMO movement, ഇക്കോ വാരിയർ ഗോഡസ്. ഇതൊക്കെ ആൾക്ക് കൊടുത്തിട്ടുള്ള പേരാണ്. കാരണം അത്രയും ആള് ഈ എന്താ പറയുക GMO മൂവ്മെന്റ്, അതുപോലെ തന്നെ ഈ ഫുഡിൽ ഉണ്ടാവുന്ന അങ്ങനത്തെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മൂവ്മെന്റ്സ്, ഗ്രെയിൻസിന്റെ കണ്ടാമിനേഷൻ, അങ്ങനത്തെ മൂവ്മെന്റുകളെല്ലാം എന്താ പറയുക അതിന് കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നൊരു എന്താ പറയുക ആക്ടിവിസ്റ്റ് ആണ്. ഷീസ് എൻ എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ്, food sovereignty advocate, eco-feminist and anti-globalization author based in Delhi. Shiva has written more than 20 books. So പ്രധാനമായിട്ടും അവരൊരു ഫേമസ് എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ എന്താ പറയുക ഫുഡ് സോവറിനിറ്റി അഡ്വക്കേറ്റ്, അതായത് ഈ ഭക്ഷണത്തിൽ മായം ചേർക്കുക അല്ലെങ്കിൽ മായം കണ്ടാമിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് ഭക്ഷണത്തിന് എന്താ പറയുക ഒതന്റിസിറ്റി രക്ഷിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ ഇക്കോ ഫെമിനിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ആന്റി ഗ്ലോബലൈസേഷൻ ഓതർ. നമുക്ക് പഠിക്കാനുള്ള വന്ദന ശിവയുടെ ടെക്സ്റ്റ് എവറിത്തിങ് ഐ നീഡ് ടു നോ ഐ ലേൺഡ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എസ്സേ. ദ എസ്സേ വാസ് ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ ദ യെസ് മാഗസീൻ. ഓക്കെ, 2012 ഇഷ്യൂലാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. And the essay traces the ecological journey of Vandana Shiva in fighting against exploitation and accumulation of nature. ഇതിൽ പറയുന്ന പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വന്ദന ശിവയുടെ ഒരു ജേണി ഫ്രം എന്താ പറയുക അവർ ഈ ഒരു ഫീൽഡിലേക്ക് വന്ന് തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകൾ, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് അക്യുമുലേഷൻ ഓഫ് നേച്ചർ, പ്രകൃതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവരും അതുപോലെ തന്നെ പ്രകൃതിയെ അക്യൂമുലേറ്റ് ചെയ്ത് നമ്മൾ പറയില്ലേ ഈ ഒരുപാട് കാടും മേടൊക്കെ പൈസ കൊടുത്ത് വാങ്ങി അതിനെ വെട്ടിവിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരു ആളുകൾക്കെതിരെ അവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് ഇതിൽ പറയണത്. ഷീ ടെൽസ് സ്റ്റോറി ഓഫ് ഹർ എൻറ്റയർ ഡെവലപ്മെന്റ് ആസ് എ നേച്ചർ ആക്ടിവിസ്റ്റ്, ഒരു നേച്ചർ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള തൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിനൊരു ചെറിയൊരു എന്താ പറയുക ഒരു ഓട്ടോബയോഗ്രഫിക്കൽ നേച്ചർ ഉണ്ട്. അതാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്, എസ്സേ ഈസ് ഓട്ടോബയോഗ്രഫിക്കൽ ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ ആളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് റിവീൽ ചെയ്യുന്നുണ്ട്. ഷീ ബിഗിൻസ് ദ റൂട്ട്സ് ഫ്രം ചിപ്കോ മൊമെന്റ് ഇൻ ഇന്ത്യ ആൻഡ് ഡെവലപ്സ് ഹർ നറേഷൻ. നമ്മൾ ഈ ഒരു എസ്സേ തുടങ്ങി പോകുന്ന സമയത്ത് തന്നെ ഓരോ പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ ഓരോരോ ചാപ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, ഓരോ ഡിവിഷൻസ്. ഓക്കെ, അപ്പോൾ ആ ഡിവിഷൻസിൽ ഓരോന്നിലും എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ചിപ്കോ മൊമെന്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ. സോ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ എന്താ പറയുന്ന സെക്ഷനാണ്, പ്രധാന പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് സമ്മറൈസ്ഡ് പോയിന്റ്സ് ആണ്, ഇത് ടെക്സ്റ്റ് അല്ല. ഓക്കെ, സമ്മറൈസ്ഡ് പോയിന്റ് ആണ് ഈ പറയുന്നത്. ഓക്കെ, ദ എസ്സേ ബിഗിൻസ് വിത്ത് ഹർ റൈറ്റർ narrating how she learned the basic principles of ecology. She learned the concept of ecology in forest of Himalaya because her father was a forest conservator. സോ ഈ ഒരു ചാപ്റ്റർ ഇൻട്രൊഡക്ഷനിൽ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് എന്താ പറയുക പ്രകൃതിയായിട്ട് കണക്ഷൻ, അല്ലെങ്കിൽ ഇക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള പ്രകൃതിയിലുള്ള എന്താ പറയുക ആവാസ വ്യവസ്ഥ, അതിൻ്റെ ബാലൻസ്, ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചതെന്ന് വെച്ചാൽ ആള് ഹിമാലയാസിലായിരുന്നപ്പോഴാണ് പഠിച്ചത്. കാരണം ഫാദർ അവിടെ ഒരു ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ദസ് വാട്ട് എവർ ഷീ നോ അബൌട്ട് ഇക്കോളജി വാസ് ലേൺ ഫ്രം ഹിമാലയൻ ഫോറസ്റ്റ് ആൻഡ് ഇക്കോസിസ്റ്റം. അതുകൊണ്ട് തന്നെ ആൾ ഇക്കോളജിയെ കുറിച്ചിട്ട് പഠിച്ചതെല്ലാം ഹിമാലയൻ ഫോറസ്റ്റിലും ഇക്കോസിസ്റ്റത്തിലുമാണ് ആള് എന്താ പറയുക നേരിട്ട് കണ്ടിട്ട് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇൻസിഡന്റ്ലി ഹെർ മദർ ഹു വാസ് ബ്രോട്ട് അപ്പ് ഇൻ ലാഹോർ വിച്ച് ബിക്കം പാകിസ്ഥാൻ ലേറ്റർ സെറ്റിൽഡ് ഇൻ ഇന്ത്യ ആഫ്റ്റർ ദ പാർട്ടീഷൻ ആൻഡ് ബിക്കം എ ഫാർമർ. ആളുടെ മദർ എന്താ പറയാ ഒരു ഫാമറായിട്ട് പിന്നെ ഇന്ത്യയിൽ തന്നെ എന്താ പറയുക സെറ്റിൽഡ് ആവുകയാണ് ചെയ്തത്. ആളുടെ അമ്മ പാകിസ്ഥാൻ, അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഏരിയയിലുള്ള ലാഹോറിലായിരുന്നു ജനിച്ചത്. സോ ആളുടെ ഫാമിലിയെ നേച്ചറായിട്ട് വളരെ കണക്ഷനും ഫാമിംഗ് ആയിട്ടൊക്കെ വളരെ കണക്ഷൻ ഉള്ളതാണ്. ഓക്കെ, ഇത് ഇൻട്രൊഡക്ഷനിൽ പറയുന്ന പോയിന്റ്സ് ആണ് കേട്ടോ, അതിന്റെ സമ്മറൈസ്ഡ് വേർഷൻ ആണ്. ദെൻ ആള്
ചിപ്കോ മൊമെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററി തരികയാണ്. ഷി നറേറ്റ്സ് ദ ഹിസ്റ്ററി ഓഫ് ചിപ്കോ മൊമെന്റ്. സോ അതൊരു വയലന്റ് റെസ്പോൺസ് ടു ദ ലാർജ് സ്കെയിൽ ഡീഫോറസ്റ്റേഷൻ ദാറ്റ് വാസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഹിമാലയൻ റീജിയൻ ഇൻ ദ 1970. 1970-കളിൽ ഹിമാലയൻ റീജിയനിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് കാട് വെട്ടി നശിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അതിന്റെ എതിരെ സംസാരിച്ചിട്ടുള്ള ഒരു മൊമെന്റാണ് ഈ ചിപ്കോ മൊമെന്റ് എന്ന് പറയുന്നത്. സോ ആൾക്ക് അതിലുണ്ടായിട്ടുള്ള പല ഇൻവോൾവ്മെന്റുകൾ, അതുപോലെ തന്നെ ആ ടൈമിൽ ആള് മീറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ലോക്കൽ എന്താ പറയാ ഹിമാലയ ആ റീജിയനിൽ ഉണ്ടായിരുന്ന കുറച്ച് വുമൺസ്, അവരുടെ കഥകളെല്ലാം മെല്ലെ മെല്ലെ ആള് പറയുകയാണ്. ഓക്കെ, അവര് പറയുന്നുണ്ട് ദ വുമൺ കേം ഔട്ട് ഇൻ ഷീൽഡ് to protect the forest against cutting down of trees on a large scale of logging. അപ്പോൾ ഒരുപാട് വുഡ്സ് കട്ട് ചെയ്ത് പോകുന്നതിനെ ഈ സ്ത്രീകളും മെജോറിറ്റി സ്ത്രീകളായിരുന്നു, അവരെല്ലാവരും വന്ന് പ്രൊട്ടക്ട് ചെയ്ത് അത് തടയുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിന്റെ ഇമ്പാക്ട് അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. ദിസ് റിസൾട്ടഡ് ഇൻ ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് ഫ്ലഡ്സ്, സ്കാസിറ്റി ഓഫ് വാട്ടർ, ഫുഡ് ആൻഡ് ഫ്യൂൽ. ഇപ്പോൾ ഈ മരം വെട്ടിക്കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് ഇങ്ങനത്തെ രീതിയിൽ വളരെ എഫക്ട് ചെയ്തു. അപ്പോൾ വുഡ് ഹാഡ് ബിക്കം വിക്ടിംസ് ബിക്കോസ് ദേ വർ ഇൻ ദ ചാർജ് ഓഫ് ഫുൾഫില്ലിംഗ് ദ ഡെയിലി റിക്വയർമെന്റ്സ് ഫോർ കുക്കിംഗ്, വാഷിംഗ് ആൻഡ് അതർ ഹൗസ് ഹോൾഡ് ഷോർസ്. സോ മരം വെട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഈ വുമൺസിന്റെ ലൈഫിലാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത്. കാരണം അവർക്ക് വെള്ളം, കുക്കിങ്ങിന് വാട്ടർ, അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം, വാഷിംഗ്, ഹൗസ് ഹോൾഡ് കാര്യങ്ങൾ ചെയ്യാൻ അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വെള്ളവും ഇതെല്ലാം ഇല്ലാണ്ടായി. സോ ദേ ഹാഡ് ടു വാക്ക് ലോങ് ഡിസ്റ്റൻസസ് ഫോർ കളക്ടിങ് വാട്ടർ ആൻഡ് ഫയർവുഡ് വിച്ച് വാസ് ഹെവിലി ബർഡൻ. അപ്പോൾ വളരെ ദൂരം നടന്നു പോകേണ്ടി വന്നു അവർക്ക് ഓരോ കാര്യങ്ങൾ എന്താ പറയുക നേടിയെടുക്കാനായിട്ടും ചെയ്യാനായിട്ടും. ഓക്കെ, സോ the women were aware that the forests were real source of springs and streams, food for their cattle and fuel for their stove. അപ്പോൾ ഈ വുമൺസിന് അറിയായിരുന്നു ഈ ഫോറസ്റ്റ് ആയിരുന്നു അവർക്കുള്ള ഏക ആശ്രയം. അതായത് അവിടുത്തെ സ്ട്രീമുകൾ, നമ്മൾ പറയില്ല അരുവികൾ, അതുപോലെ തന്നെ അവർ കാറ്റിലിന് വേണ്ട, പശുക്കൾക്ക് വേണ്ട ഭക്ഷണം, സ്റ്റൗവിന് കത്തിക്കാനുള്ള ഫ്യൂൽ, എന്താ ഉണങ്ങിയ മരങ്ങൾ, വിറകുകൾ, ഇതെല്ലാം ആ ഫോറസ്റ്റിലുണ്ടായിരുന്നു. പക്ഷെ ആ ഫോറസ്റ്റ് ഇങ്ങനെ കട്ട് ഡൗൺ ചെയ്ത് ട്രീസ് ഒക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ അവർക്ക് അതൊക്കെ ഇല്ലാണ്ടായി. Therefore the woman decided to hug the trees and the loggers would have to kill them before killing the trees. ഇതാണ് ചിപ്കോ മൊമെന്റിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൊരു സംഭവം. അതായത് വുമൺസ് ഇങ്ങനെ ഒരുപാട് മരങ്ങളെ കെട്ടിപ്പിടിച്ച് നിൽക്കുക, മരം വെട്ടാൻ സമ്മതിക്കാണ്ട്. അപ്പോൾ അവര് മരം വെട്ടണമെങ്കിൽ ഞങ്ങളെ കൊല്ലട്ടെ എന്നുള്ള രീതിയിൽ അവർ റിയാക്ട് ചെയ്തു. They appealed to the loggers not to cut them and keep those trees alive. ആ ട്രീസ് എങ്ങനെയെങ്കിലും ലൈവ് ആക്കി വെക്കണം എന്ന് പറഞ്ഞ റിക്വസ്റ്റ് ചെയ്തു. സോ ഈ ഒരു ചിപ്കോ മൊമെന്റിൽ നിന്നിട്ടാണ് ഒരു ഡെവലപ്മെന്റ് നമ്മുടെ ഓദറിനെ കാണിക്കുന്നത്. ദെൻ ഇൻ 1973 വന്ദന വെന്റ് ടു ഹിമാലയാസ് ടു വിസിറ്റ് ഹെർ ഫേവറേറ്റ് ഫോറസ്റ്റ് ആൻഡ് സ്വിം ഇൻ ഹെർ ഫേവറേറ്റ് സ്ട്രീം ടു സീ ദോസ് സ്പോട്സ് ബിഫോർ ലീവിംഗ് ഫോർ കാനഡ ടു ഡു ഹെർ PhD. But the forests were not there and stream had become a trickle. It was then she decided to become a volunteer for ചിപ്കോ മൂവ്മെന്റ്. അപ്പോൾ 1973 നമ്മുടെ ഓദർ വന്ദന ശിവ കാനഡയിലേക്ക് പോകുന്നതിന് മുന്നേ, അവർ പഠിത്തത്തിന് PhDക്ക് വേണ്ടിയിട്ട് കാനഡയിലേക്ക് പോകുന്നതിന് മുന്നേ അവർ ഫാദറിനൊപ്പം വളർന്നിട്ടുള്ള ഹിമാലയൻ ഏരിയയിലുള്ള ഒരു സ്ട്രീമിൽ പോയിട്ടൊന്ന് എന്താ പറയുക പോകാനായിട്ട് നോക്കുമ്പോൾ, അവിടെ പോയി സ്വിം ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ആ സ്ട്രീം അവിടെ ഇല്ല. അപ്പോഴാണ് അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. അങ്ങനെ അവരും ഈ ചിപ്കോ മൊമെന്റിന് ഒരു വോളണ്ടിയർ ആയിട്ട് എന്താ പറയുക ജോയിൻ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് വന്ദന ശിവ ചിപ്കോ മൊമെന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, എന്ത് ഇൻസ്റ്റൻസിലാണ്, എന്താണ് ചിപ്കോ മൂവ്മെന്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വന്ദന ശിവയ്ക്ക് ചിപ്കോ മൂവ്മെന്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ വരാൻ ചാൻസ്, അല്ലെങ്കിൽ കണക്ഷൻ വരാനുള്ള ഒരു പ്രോബ്ലം വന്നത് എങ്ങനെയാണെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ആൻസർ ചെയ്യാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. ദെൻ ഷീ സ്പെൻഡ് എവറി വെക്കേഷൻ ഡൂയിങ് പദയാത്ര. അപ്പോൾ ഡോക്യുമെന്റിങ് ദ ഡീഫോറസ്റ്റേഷൻ, ദ വർക്ക് ഓഫ് ഫോറസ്റ്റ് ആക്ടിവിസ്റ്റ് ആൻഡ് സ്പ്രെഡിങ് ദ മെസ്സേജ് ഓഫ് ചിപ്കോ. അപ്പോൾ ഓരോ ടൈമിൽ, ഓരോ വെക്കേഷനിലും അവര് പല പല പദയാത്രകള്, പിൽഗ്രിമേജുകൾ, അതായത് ഇതിന്റെ ചിപ്കോ മൊമെന്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇവരുടെ ഡീഫോറസ്റ്റേഷൻ ഒക്കെ വീഡിയോ എടുത്ത് വെക്കുക, ഫോറസ്റ്റ് ആക്ടിവിസ്റ്റുകളെ എന്താ പറയുക ആയിട്ട് വർക്ക് ചെയ്യുക, എങ്ങനെയെങ്കിലും ഈ ചിപ്കോ മൊമെന്റ് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ആള് ഒരുപാട്. ഓക്കെ, ഇനി അതിൽ തന്നെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിലുള്ള തന്നെയാണ് ഓദർ ചിപ്കോ മൂവ്മെന്റിനെതിരെ ഒരു ആക്ഷൻ നടന്ന കാര്യം പറയാനായിട്ട്. ഓക്കെ, അവിടെ നടന്നൊരു സംഭവമാണ് ഈ ബച്ചിനി ദേവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഡി ഹു ലെഡ് ദ മൊമെന്റ് ആൻഡ് ഫോട്ട് അഗെയിൻസ്റ്റ് ഹർ ഹസ്ബൻഡ് ഹു ഹാഡ് ഒബ്റ്റൈൻഡ് കോൺട്രാക്ട് ടു കട്ട് ട്രീസ്. സ്വന്തം ഭർത്താവിന് വരെ എഗെയിൻസ്റ്റ് വരെ അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അയാൾക്ക് ട്രീ കട്ട് ചെയ്യാനുള്ള പെർമിറ്റ് ഉണ്ടായിട്ട് പോലും ആളുടെ വൈഫായിട്ടുള്ള ബച്ചിനി ദേവി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചിപ്കോ മൊമെന്റിന്റെ ലീഡർ ആയിരുന്നു. അവരും എന്താ പറയാ അവര് ഭർത്താവായിട്ട് പോലും ട്രീ കട്ട് ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. സോ അതൊരു
ഫേമസ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റൻസ് ആയിരുന്നു. ദ വുമൺ ഹെൽഡ് അപ്പ് ലൈറ്റഡ് ലാൻഡേൺസ് ഈവൻ വെൻ ഇറ്റ് വാസ് ബ്രോഡ് ഡൈലൈറ്റ്. അപ്പോൾ അവർ ലൈറ്റ് ചെയ്തിട്ടുള്ള ലാൻഡേണുകൾ പോലും അവർ കത്തിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, മോർണിംഗിൽ വരെ. ദ ലോഗർ മോക്ക്ഡ് ദം സെയിങ് ദാറ്റ് ദേ വർ ഫൂളിഷ് വുമൺ ആൻഡ് ഡിഡ് നോട്ട് നോ ദ വാല്യൂ ഓഫ് ഫോറസ്റ്റ്. അപ്പോൾ ഈ മരം വെട്ടാൻ വന്നവർ ഈ വുമൺസിനെ ഭയങ്കര എന്താ പറയുക, നിങ്ങൾക്ക് ഇതിൻ്റെ സത്യസന്ധത മനസ്സിലാവാണ്ടാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ സീരിയസ്നെസ് അറിയില്ല, ഫോറസ്റ്റ് ഇത്രയും റിച്ച് ടിമ്പറും കാര്യങ്ങളൊക്കെ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത്. അത് മരം വെട്ടാൻ വന്നവർ. അപ്പോൾ ദ വുമൺ സാങ് ബാക്ക് ഇൻ കോറസ് റിപ്ലൈങ് ദാറ്റ് ഫോറസ്റ്റ് ബോർ സോയിൽസ് വാട്ടർ ആൻഡ് പ്യുവർ എയർ സോ സസ്റ്റെയിൻ എർത്ത് ആൻഡ് ഓൾ ദി അതർ ദാറ്റ് ഷി ബേസ്. അതായത് ഫോറസ്റ്റ് ആണ് ഞങ്ങൾക്ക് വാട്ടറും സോയിലും അതേപോലെ പ്യുവർ എയറും തരുന്നത്, അതുപോലെ തന്നെ എർത്തിനെ സസ്റ്റെയിൻ ചെയ്യുന്നതും ഫോറസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇവർ റിപ്ലൈ കൊടുക്കും. ഇതിൻ്റെ ഒരു ഒറിജിൻ കാണിക്കുന്ന ചാപ്റ്ററാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സെക്ഷൻ ബിയോണ്ട് മോണോകൾച്ചേഴ്സ്, അത് പേജ് 71-ലാണുള്ളത്. സോ ഈ ഒരു ചിപ്കോ മൊമെന്റിന് ശേഷം അവരുടെ ഇതിൽ വന്നിട്ടുള്ളൊരു ഇമ്പാക്റ്റ്, ആ ഓർഗനൈസേഷനിൽ വന്നൊരു ചേഞ്ച്, പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇതിൽ പറയുന്നത്. ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ ടൈറ്റിൽ ബിയോണ്ട് മോണോകൾച്ചേഴ്സ്, വന്ദന ശിവ ടെൽസ് ദ റീഡേഴ്സ് ദാറ്റ് ഷീ ലേൺഡ് അബൌട്ട് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ബയോഡൈവേഴ്സിറ്റി ബേസ്ഡ് ലിവിംഗ് എക്കണോമിക്സ് ഫ്രം ദ ചിപ്കോ മൊമെന്റ്. Further, she remarks that we fail to understand biodiversity and its many functions, which is the root cause of the empowerment of nature and culture. അപ്പോൾ ഈ ചിപ്കോ മൊമെന്റിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ വന്ദന ശിവയ്ക്ക് ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലായെന്ന് അവർ സെക്കൻഡ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. സോ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ഇവർ പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ ബയോഡൈവേഴ്സിറ്റി ബേസ്ഡ് ലിവിങ് എക്കണോമിക്സിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്. ഓക്കെ, എന്താ പറയുക, ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് ആളുകൾക്ക് എന്താ പറയുക മനസ്സിലാവുന്നില്ല. വിച്ച് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ദി ഇംപ്രൂവ്മെന്റ് ഓഫ് നേച്ചർ ആൻഡ് കൾച്ചർ. നേച്ചറും കൾച്ചറും ഇല്ലാണ്ടായി പോകുന്നത് ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആളുകൾക്ക് മര്യാദ അറിയാണ്ടാണ് എന്നൊരു തോന്നലുള്ളതുകൊണ്ട് അവർ അതിൽ നിന്നിട്ടും ഡെവലപ്പ് ചെയ്യാനൊരു സ്കീംസ് പലതും എന്തൊക്കെയാണ് കൊണ്ടുവരികയാണ്. ദെൻ ഷീ സേസ് ദാറ്റ് ദ ലെസൺ ഷീ ലേൺഡ് അബൌട്ട് diversity in the Himalayan forest she transferred to the protection of biodiversity on her farms. She started saving seeds from farmers' fields and incidentally realized that they need a farm for demonstration and training. This led to the establishment of Navdanya farm. അപ്പോൾ അവർ ഈ ഹിമാലയൻ ഏരിയാസിൽ നിന്നും പഠിച്ചിട്ടുള്ള ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചുള്ള പല പാഠങ്ങൾ അവരവരുടെ സ്വന്തമായിട്ടുള്ള ഫാമിൽ ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഓക്കെ, അവർക്ക് സ്വന്തമായിട്ട് മദറിനും ഫാർമറാണെന്ന് പറഞ്ഞിരുന്നു. സോ അത് അവരുടെ ഫാമിൽ ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ അവർ കുറച്ചുകൂടെ ഒരു ബിഗ് ഓഡിയൻസിന് ഇൻഫർമേഷൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു എസ്റ്റാബ്ലിഷ്മെന്റ് കൊണ്ടുവരികയാണ്, ഒരു പുതിയൊരു ഫാം കൊണ്ടുവരികയാണ്, ഡെമോൺസ്ട്രേഷനും ട്രെയിനിങ്ങും ആളുകൾക്ക് കൊടുക്കാൻ. അതിന്റെ പേരാണ് നവധന്യ ഫാം. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ നവധന്യ ഫാം വന്നതെന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരാം. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. സോ ഈ നവധന്യ ഓർഗനൈസേഷൻ ഹെൽപ്പ് ഫാമേഴ്സ് make a transition from fossil fuel and chemical based monoculture to biodiverse ecological system nourished by the sun and soil. ഇവര് ഈ ഫാമിൽ മെയിൻലി പഠിപ്പിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതികളും അതേപോലെ തന്നെ അങ്ങനെയുള്ള ഫോസിൽ ഫ്യൂൽ ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതികൾ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് നേച്ചർ ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതി എന്താണോ അത് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് കൊണ്ടുവന്നതെന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ ബിയോണ്ട് മോണോകൾച്ചേഴ്സിൽ പറയുന്നത്. ഷീ കൺക്ലൂഡ്സ് ബൈ സേയിങ് ദാറ്റ് ബയോഡൈവേഴ്സിറ്റി ഹാസ് ബീൻ ഹർ ടീച്ചർ ഓഫ് അബണ്ടൻസ് ആൻഡ് ഫ്രീഡം ഓഫ് കോപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ ഗിവിങ്. അപ്പോൾ ആള് ഏറ്റവും കൂടുതൽ എന്താ പറയുക ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നിട്ടാണ് ഈ അബണ്ടൻസ് എന്താണ്, അതായത് നമ്മൾ പറയില്ല ആവശ്യത്തിനുള്ള സാധനങ്ങൾ ധാരാളം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനാണ് അബണ്ടൻസ് ഓഫ് എന്താ പറയുക പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഫ്രീഡം എന്താണ്, കോപ്പറേഷൻ, മ്യൂച്വൽ ഗിവിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നാണ്. ഇനി തേർഡ് ഡിവിഷൻ റൈറ്റ്സ് ഓഫ് നേച്ചർ ഓൺ ദ ഗ്ലോബൽ സ്റ്റേജ്. സോ ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ എന്താ പറയുക ഇതാണ് ശരിക്കും സെക്കൻഡ് പാർട്ടായിട്ട് പറയുന്നത്, റൈറ്റ്സ് ഓഫ് നേച്ചർ ഓൺ ദ ഗ്ലോബൽ സ്റ്റേജ്. അത് വേറൊരു പാർട്ടായിട്ടാണ് പറയുന്നത്, അതാണ് ഇത് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ അത് എന്താ പറയുക തേർഡ് ഡിവിഷനായിട്ടാണ് കൊടുത്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ UN സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷീ സേസ് ദാറ്റ് Ecuador has recognized the rights of nature in its constitution and calls it a significant step. റൈറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് എന്താ പറയുക ഒരു എന്താ പറയുക സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പാണ്, നമുക്ക് നേച്ചറിൽ അവകാശമുണ്ട് എന്നുള്ളത്. ഓക്കെ, ഷീ മേക്സ് എ റെഫറൻസ് ടു ദ റിപ്പോർട്ട് ഓഫ് UN സെക്രട്ടറി ടൈറ്റിൽ ഹാർമണി വിത്ത് നേച്ചർ വിച്ച് വാസ് ഇഷ്യൂഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് ദ കോൺഫറൻസ്. ദ റിപ്പോർട്ട് ഹൈലൈറ്റഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് റീകണക്ടിങ് വിത്ത് നേച്ചർ. അപ്പോൾ UN സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക അവർ കൊടുത്തിട്ടുള്ള
ലിവിങ് ഹാർമണി വിത്ത് നേച്ചർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒരു പ്രൊമോട്ട് ചെയ്യണം. അതായത് നേച്ചറായിട്ട് കമ്പൈൻ ചെയ്ത് ഹാർമണിയോടുകൂടെ ജീവിക്കുക. ഓക്കെ, വിച്ച് വാസ് ദ കോമ്പിനേഷൻ വിത്ത് ദ കോൺഫറൻസ്. ആ കോൺഫറൻസിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ദ റിപ്പോർട്ട് ഹൈലൈറ്റഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റീകണക്ടിങ് വിത്ത് നേച്ചർ. അപ്പോൾ നേച്ചറായിട്ട് റീകണക്ട് ചെയ്തിട്ട് ജീവിക്കുക എന്നുള്ളതായിരുന്നു അവിടെ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളൊരു സംഭവം. വന്ദന ശിവ പുട്സ് ഫോർവേഡ് ദാറ്റ് സെപ്പറേറ്റിസം ഈസ് അറ്റ് ദ റൂട്ട് ഓഫ് ദ ഡിസ്ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് വയലൻസ് അഗെയിൻസ്റ്റ് നേച്ചർ ആൻഡ് പീപ്പിൾ. സോ ഒരു തരം നേച്ചർ വേറെ, ഹ്യൂമൻ ബീയിങ് വേറെ, അങ്ങനെയുള്ളൊരു സെപ്പറേഷനിസം വരുന്നത് കൊണ്ടാണ് നേച്ചറും പീപ്പിളും വേറെ വേറെയാണ് എന്നുള്ള സെപ്പറേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം എന്താ പറയാ തീർക്കലാണ് ഇവർ ചെയ്യുന്നത്. നേച്ചറും പീപ്പിളും തമ്മിൽ എന്തോ വ്യത്യസ്തരാണ് രണ്ടും. നേച്ചറിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തിട്ട് ജീവിക്കണം, ഡിസ്ട്രോയ് ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു തരം സെപ്പറേഷൻ വന്നിട്ടുള്ളത് ഒരു ഡിസ്ഹാർമണി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, എന്നിട്ട് ആള് വേറൊരു ഒരു ഓതറിന്റെ അല്ല ഒരു ആഫ്രിക്കൻ ഓക്കെ എൻവയോൺമെന്റലിസ്റ്റിന്റെ ഒരു സംഭവം കൂടെ പറയുന്നുണ്ട് ഈ സെക്ഷനിൽ. അതാണ് ലാസ്റ്റ് പോയിന്റ്. ദി ഓതർ സപ്പോർട്ട്സ് ഹെർ സ്റ്റേറ്റ്മെന്റ് ബൈ സൈറ്റിംഗ് ദ ഒപ്പീനിയൻ ഓഫ് കോർമാക് കലിയൻ, എ പ്രോമിനന്റ് സൗത്ത് ആഫ്രിക്കൻ എൻവയോൺമെന്റലിസ്റ്റ്. അക്കോർഡിംഗ് ടു ഹിം, അപ്പാർത്തൈഡ് മീൻസ് separateness. The author says that whole world joined to the apartheid movement in order to end the violent separation of people on the basis of color. Now that apartheid in South Africa has been put behind us, we need to overcome the wider and deeper apartheid, an eco-apartheid based on illusion of separateness of human from the nature in the minds of our lives. So apartheid എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പറയുന്നത് സെപ്പറേറ്റഡ്നെസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പാർത്തൈഡ് ആ സംഭവം ഈ ആളുകളെ കളർ തമ്മിൽ ഡിവൈഡ് ചെയ്തതിൻ്റെ പേരിൽ ഒരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ കോർമാൻ കലിയൻ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് നേച്ചറിനും പ്രായോഗികമാണ് എന്നാണ് ഇവിടെ ഓതർ പറയണത്. ഓക്കെ, കോർമാൻ കലിയൻ പറഞ്ഞിട്ടുള്ളത് എന്താ പറയുക മൊമെന്റ്, അതൊരു ആന്റി അപ്പാർത്തൈഡ് മൊമെന്റ് നടന്നിരുന്നു, സെപ്പറേഷൻ ഓഫ് പീപ്പിൾ ബേസ്ഡ് ഓൺ കളർ എൻഡ് ചെയ്യാനായിട്ട്. സോ അതുപോലൊരു ആന്റി അപ്പാർത്തൈഡ് മൊമെന്റ് നേച്ചറും പീപ്പിളും തമ്മിലുള്ള സെപ്പറേഷൻസ് എൻഡ് ചെയ്യാനായിട്ട് വേണമെന്ന് വന്ദന ശിവ പറയണം. അതാണ് റൈറ്റ്സ് ഓഫ് നേച്ചർ ഓൺ ഗ്ലോബൽ സ്റ്റേജ്. അതിൽ കുറച്ച് ഗ്ലോബൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറയണം. ദെൻ ദ ഡെഡ് എർത്ത് വേൾഡ് വ്യൂ നെക്സ്റ്റ് സെക്ഷൻ ആണ്. ഇതിൽ പറയണത് ദ ഓതർ മേക്സ് ആൻ അറ്റംപ്റ്റ്സ് ടു ട്രേസ് ദ ഒറിജിൻ ഓഫ് ഐഡിയ ഓഫ് സെപ്പറേറ്റ്നെസ്. അപ്പോൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഈ ഒരു സെപ്പറേറ്റഡ്നെസ് എങ്ങനെയാണ് വന്നത്, അപ്പോൾ അതിന്റെ ഒറിജിൻ വന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് ഓതർ നോക്കുന്നത്. The author recalls our beliefs about Earth in the pre-industrial era when man believed that living beings were a inseparable part of nature. But later, the advent of scientific thinking, man came under the illusion that living Earth was the dead matter and there were no connection between living Earth and the other living creature. സോ ഒരു ഹിസ്റ്ററി തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ പ്രീ ഇൻഡസ്ട്രിയൽ എറ, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നതിന് മുന്നേ മാൻ വിശ്വസിച്ചിരുന്നത് ലിവിങ് ബീയിങ്സ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് നേച്ചർ ആണ്, നമ്മുടെ നേച്ചറും ലിവിങ് ബീയിങ്സും ഇൻസെപ്പറബിൾ ആണെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതിന് ശേഷം, അതായത് അതിന് ശേഷം 19th സെഞ്ചുറിക്ക് ശേഷം സയന്റിഫിക് ആയിട്ടുള്ള കുറെ പ്രൂഫുകൾ വന്നു. ആളുകൾക്ക് പല എന്താ പറയുക, ഇപ്പൊ നമ്മളൊക്കെ പറയില്ലേ പണ്ട് കാലത്ത് മരങ്ങളെയും ഒരു പ്രത്യേക സീസണെയും അതുപോലെ തന്നെ മണ്ണിനെയും വെള്ളത്തിനെയും ആരാധിച്ചിരുന്ന വ്യക്തികളുണ്ടായിരുന്നു. പക്ഷേ ഈ സയൻസ് വന്നതോടുകൂടിയിട്ട് അതിനോടുള്ള ഒരു പേടി പോയി ആളുകൾക്ക്. ഇപ്പം നമുക്ക് ഒരാൾക്ക് കാട്ടിലേക്ക് കയറി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയില്ല. പക്ഷെ പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല. പണ്ട് കാലങ്ങളൊക്കെ ഒരു കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പേടിയോട് കൂടെ കാണുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ വന്നത് കൊണ്ടാവാം ഈ ഒരു സെപ്പറേഷൻ വന്നത്, ലിവിങ് ക്രീച്ചറും അതേപോലെ തന്നെ എന്താ പറയുക പീപ്പിളും ലിവിങ് എന്താ പറയുക എൻവയോൺമെന്റും തമ്മിലൊരു സെപ്പറേഷൻ വന്നത്. സോ അതായിരിക്കാം ഒരു സെപ്പറേഷന്റെ ഒറിജിൻ. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷവും സയന്റിഫിക് റവല്യൂഷന് ശേഷവും വന്നിട്ടുള്ള ആ ഒരു ചിന്താഗതി. ഓക്കെ, ശിവ റിമാർക്സ് ദാറ്റ് ഇറ്റ് വാസ് അറ്റ് ദിസ് മൊമെന്റ് ഇൻ ഹിസ്റ്ററി ദാറ്റ് എ വാർ അഗെയിൻസ്റ്റ് എർത്ത് ബിഗാൻ. അപ്പോൾ അത് ശരിക്കും എർത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാറാണ് അവിടെ നടന്നത്. She observes that seed of separatedness were sown when the living earth was considered as a dead matter to facilitate industrial revolution. എന്നാണോ ഓക്കെ ഇൻഡസ്ട്രികൾ വളരാനും ഇൻഡസ്ട്രീസിനെ വളർത്തിയെടുക്കാനുമായിട്ട് എന്താ പറയുക ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഭൂമി എന്ന് ഒരു ചിന്ത മനുഷ്യനിൽ വന്ന്, ഓക്കെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ് ആ ചിന്തകൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതായിരിക്കാം ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഈ മാൻ നേച്ചർ ഒരു സെപ്പറേഷൻ വരാനുള്ള തുടക്ക കാരണം. ഓക്കെ, ഭൂമിയെ എന്താ പറയുക എത്ര ഫാക്ടറികൾ സ്ഥാപിച്ചത്, ഒരുപാട് ഫോറസ്റ്റ് ഏരിയ ക്ലിയർ ചെയ്തിട്ടാണ്. റിവറുകളിലേക്ക് പൊല്യൂഷൻ തള്ളുക,
അവരുടെ ഫാക്ടറി വേസ്റ്റ് തള്ളിവിടുക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് എർത്ത് എന്ന് പറയുന്നത് ഒരു ഡെഡ് മാറ്റർ ആണെന്ന് അവർ വിശ്വസിച്ചതിന് ശേഷമാണ്. സോ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ഒറിജിൻ അതാണെന്നാണ് എന്താണ് ശിവ പറയുന്നത്. ഷി ആഡ്സ് ഹിയർ ദാറ്റ് മോണോകൾച്ചേഴ്സ് റീപ്ലേസ് ഡിവേഴ്സിറ്റി, റോ മെറ്റീരിയൽസ് ആൻഡ് ഡെഡ് മാറ്റർ റീപ്ലേസ്ഡ് വൈബ്രന്റ് എർത്ത്. സോ റോ മെറ്റീരിയലൊക്കെ എന്താ പറയുക വൈബ്രന്റ് എർത്തിനെ റീപ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ ഡെഡ് മാറ്ററിനോടായ ആളുകൾക്ക് താല്പര്യം. ഓക്കെ, ഡിവേഴ്സിറ്റി ഒക്കെ മാറിയിട്ട് മോണോ കൾച്ചറുകളായി. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറയണം ഡിവേഴ്സ് ആയിട്ടുള്ള കൾച്ചർ. ഇപ്പോൾ കേരളം എടുക്കുകയാണെങ്കിൽ ഒരു ഡിവേഴ്സ് കൾച്ചറുള്ളൊരു സ്റ്റേറ്റ് ആണ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ പറയുന്നത് തൃശ്ശൂരുള്ള സ്റ്റൈലല്ല നമ്മൾ മലപ്പുറം പോയി കഴിഞ്ഞാൽ ഭാഷയിലാണെങ്കിലും ഫുഡിലാണെങ്കിലും സംസ്കാരത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും. ഓക്കെ, ഇതിനെല്ലാവരെയും ഒറ്റ കൾച്ചറാക്കിയാലോ? ഇപ്പം നമ്മളെല്ലാവരും ഫോളോ ചെയ്യണത് തൃശ്ശൂർക്കാരുടെ ഭാഷയാണ്, പാലക്കാടുകാരുടെ ഭാഷയാണ്, അവരുടെ സ്റ്റൈലാണ്, സ്ട്രക്ചറാണ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സോ മോണോ കൾച്ചർ വന്നു, ഡിവേഴ്സിറ്റി ഇല്ലാണ്ടായി, റോ മെറ്റീരിയൽസ് മാറി ഡെഡ് മാറ്റർ ആയി. Earth came to be termed as terra nullius, which means empty land, ready for occupation regardless of the fact that Mother Earth was home to the tens of thousands of indigenous people. So എർത്ത് എന്ന് പറയുന്നത് വെറും ഒരു എം ടി ലാൻഡ് എന്നുള്ളൊരു പേര് മുദ്രകുത്തി തുടങ്ങി ആഫ്റ്റർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒബ്വിയസ്ലി. സോ ആളുകളുടെ ഇൻഡിജീനിയസ് കൾച്ചറിനൊന്നും അവിടെ വാല്യൂ ഇല്ലാണ്ടായി. എന്തോ സംതിങ് ആളുകളുടെ ഉള്ളിൽ ഒരു ഭയങ്കര ഡീപ്പായിട്ടുള്ള സംഭവം ഹാപ്പൻ ചെയ്ത് തുടങ്ങി. ഓക്കെ, Vandana Shiva next mentions Carolyn Merchant, a philosopher and historian, in her support, and says that this shift of perspective from nature as living, nurturing mother to inherit, dead and manipulate matter was well suited to the activities that led to capitalism. So Vandana Shiva next എന്താ പറയുക കാരലൻ മെർച്ചൻ്റ് ഒരു ഫിലോസഫറും ഹിസ്റ്റോറിയനുമാണ്. അവരുടെ ഒരു ഇത് സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആയിട്ടോട്ട് പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നേച്ചറിൻ്റെ ലിവിങ്, നേച്ചറിൻ്റെ മദർ എർത്ത് എന്നുള്ള കോൺസെപ്റ്റ് അതൊരു തരം എന്താ പറയുക ക്യാപിറ്റലിസം വളർത്താൻ വേണ്ടിയിട്ടാണ് അവർ എന്താ പറയുക ഇല്ലാതാക്കിയത്. ഒന്നുമില്ല, പ്രകൃതിയെ വല്ലാണ്ട് അങ്ങോട്ട് ആരാധിക്കേണ്ട എന്നൊരു മെസ്സേജ് ഈ ക്യാപിറ്റലിസ്റ്റുകൾ കൊണ്ടുവന്നു. ക്യാപിറ്റലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രീസ് കൊണ്ടുവന്നു. ഓക്കെ, പൈസയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു മെസ്സേജ് അവർ സ്പ്രെഡ് ചെയ്തു. ഈ പ്രകൃതിയുടെ സ്നേഹം അതൊന്നും അല്ല എന്നുള്ള രീതിയിൽ. ഓക്കെ, furthermore, Vandana Shiva says that this image of domination of Earth by scientific methods created by Francis Bacon and other leaders of the scientific revolution replaced the idea of that the Earth nurtures life and living being. അപ്പോൾ പണ്ട് ഫ്രാൻസിസ് ബേക്കണും അവരുടെ കാലത്ത് ഉണ്ടായിരുന്ന ടൈമിൽ അവരൊക്കെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആളുകളാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുന്നേ ഉണ്ടായിട്ടുള്ള ആളുകളാണ്. അവർ എർത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള മെസ്സേജ് അല്ല പിന്നെയുള്ള സയന്റിസ്റ്റുകളൊന്നും കൊടുത്തത്. സോ ഇതായിരുന്നു ആ സെപ്പറേഷന്റെ ഒറിജിൻ. അതായത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സെപ്പറേഷന്റെ ഒറിജിൻ ക്യാപിറ്റലിസം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആസ് വെൽ ആസ് സയന്റിഫിക് റവല്യൂഷൻ ആണ് എന്നാണ് ദ ഡെഡ് എർത്ത് വിൻഡോ എന്നുള്ള സെക്ഷൻ പറയണത്. ഇനി വാട്ട് നേച്ചർ ടീച്ചേഴ്സ് അസ്, ഇനി എന്താണ് നമ്മളെ നേച്ചർ പഠിപ്പിക്കുന്നത്? ഓക്കെ, in the section what nature teaches us, Vandana Shiva tells the reader that we as human must do. നമ്മളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആളിതിൽ പറയുന്നുണ്ട്. She says that we are facing multiple crises and hence we need to move away from the paradigm of nature as dead matter and move towards an ecological paradigm. ഒന്നാമത് ചെയ്യേണ്ടത് നമ്മൾ ഉള്ളിൽ എന്താ പറയുക മുന്നേ വിശ്വസിച്ചിട്ടുള്ള പാരഡൈം ആയിട്ടുള്ള നേച്ചർ ഒരു ഡെഡ് ആയിട്ടുള്ള സാധനമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ എന്താ പറയുക ഇക്കോളജിക്കൽ ആയിട്ടുള്ളൊരു സംഭവമാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് മൂവ് ചെയ്യണം. Vandana Shiva tells us that to understand what an ecological paradigm means, we need to go to nature herself, and nature is the best teacher. So ഇക്കോളജി എന്താണെന്ന് അറിയണമെങ്കിൽ, നേച്ചർ ഒരു ഡെഡ് സാധനമല്ല, ഇക്കോളജിക്കൽ പാരഡൈം ആണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ വി നീഡ് ടു ഗോ ടു ദ നേച്ചർ ഇറ്റ് സെൽഫ്. നേച്ചറിലേക്ക് തന്നെ നമ്മൾ തിരിഞ്ഞ് പോകേണ്ടിയിരിക്കുന്നു. ഓക്കെ, നേച്ചറാണ് ബെസ്റ്റ് ടീച്ചർ. ഓക്കെ, വന്ദന ശിവ ആൾ എന്നിട്ടൊരു സൊല്യൂഷൻ തരുന്നുണ്ട്. ഷി പ്രസൻസ് എ മോഡൽ ഓഫ് എർത്ത് യൂണിവേഴ്സിറ്റി വിച്ച് ഷി സേസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് നവധന്യ ബയോഡൈവേഴ്സിറ്റി ഫാം. അപ്പോൾ ആള് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള നവധന്യ ബയോഡൈവേഴ്സിറ്റി ഫാമിൽ എർത്ത് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. സോ എർത്ത് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് എർത്ത് ഡെമോക്രസി. അവിടെ പഠിപ്പിക്കുന്നത് എർത്ത് ഭൂമിയുടെ എന്താ പറയുക ഡെമോക്രസിയാണ്. ഭൂമിയുടെ ഡെമോക്രസി അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ദ കോൺസെപ്റ്റ് ഓഫ് എർത്ത് ഡെമോക്രസി സിംബലൈസസ് ഫ്രീഡം ഫോർ ഓൾ സ്പീസീസ് ടു ഇവോൾവ് വിത്തിൻ ദ വെബ് ഓഫ് ലൈഫ്. അതിൻ്റെ ഉള്ളിൽ പഠിപ്പിക്കുന്ന പ്രധാനമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക ഇവോൾവ് ചെയ്യാനുള്ള ഫ്രീഡം.
എല്ലാ സ്പീസീസിനും. ഓക്കെ, ഇപ്പം നിങ്ങളൊരു വീട് വെക്കുകയാണെങ്കിൽ ആ വീട് വെക്കുന്നത് പ്രകൃതിക്ക് പോലും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ എങ്ങനെ വെക്കാം എന്നുള്ളൊരു ഐഡിയ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. സോ എല്ലാ സംഭവങ്ങൾക്കും അവിടെ പക്ഷികൾക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇൻസെക്ട്സിനും ചെറിയ ആനിമൽസ് ആണെങ്കിലും എല്ലാവർക്കും ഇങ്ങനെ കോഎക്സിസ്റ്റ് ചെയ്ത് ജീവിക്കണം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു ദ ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹ്യൂമൻസ് ആസ് മെമ്പേഴ്സ് ഓഫ് എർത്ത് ഫാമിലി. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന്റെ ഫ്രീഡവും റെസ്പോൺസിബിലിറ്റിയും എർത്തിലെ ഫാമിലിയിൽ മെമ്പർ ആയിട്ടുള്ളപ്പോൾ പാലിക്കേണ്ട ഫ്രീഡവും റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഈ എർത്ത് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ റെക്കഗ്നൈസ്, പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്പെക്ട് ദ റൈറ്റ്സ് ഓഫ് അതർ സ്പീസീസ്. ബാക്കിയുള്ള സ്പീസീസിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ അവരെ സംരക്ഷിക്കാനുള്ള പല കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇതിൽ വന്ദന ശിവ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. വന്ദന ശിവ എക്സ്പ്ലെയിൻസ് as the idea of earth democracy shift from anthropocentrism to ecocentrism. Anthropocentrism is a school of thought in which ages argues that humans are central element of universe. ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താണ് വന്ദന ശിവയുടെ കോൺസെപ്റ്റ് ഓഫ് എർത്ത് ഡെമോക്രസി? അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു സംഭവമാണ് ആൻട്രോപോസെൻട്രിസം എന്ന് പറഞ്ഞത് മാറ്റിയിട്ട് ഇക്കോസെൻട്രിസത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് അതിൻ്റെ ഉദ്ദേശം. ആൻട്രോപോസെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ മനുഷ്യൻ, അതായത് ഹ്യൂമൻ ബീയിങ് ആണ് എല്ലാത്തിൻ്റെയും സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിശ്വാസമാണ്. ഓക്കെ, അവനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, പ്രകൃതിയിലെ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് പ്രകൃതിയാണ് സെന്റർ, നമ്മളെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഈ ഇക്കോസെൻട്രിസം. ഓക്കെ, സോ അതാണ് ഇവിടെ ആള് തെളിയിക്കാൻ നോക്കുന്നത്. നമ്മൾ ആന്ത്രോപോസെൻട്രിസം അല്ല വേണ്ടത്, ഇക്കോസെൻട്രിസം ആണ് എന്നാണ് ആളുടെ ഈ നവധന്യ ഫാമിലുള്ള എർത്ത് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. Now we need to accept that ecosystems are the main element of universe and not man. മനുഷ്യനല്ല, ഇക്കോസിസ്റ്റം ആണ്. അതായത് പ്രകൃതിയും ജീവികളും തമ്മിൽ ജീവിക്കുന്ന ആ ഒരു ഇതിനെയാണ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇക്കോസിസ്റ്റം ആണ് ഈ ലോകത്തെ ഏറ്റവും സെന്ററിൽ നിൽക്കേണ്ട സംഭവം, അല്ലാണ്ട് മനുഷ്യനല്ല. ഓക്കെ, മനുഷ്യൻ എത്ര ശ്രമിച്ചാലും ഒരു പ്രകൃതി തരുന്നത്ര ഓക്സിജൻ ആണെങ്കിലും അതുപോലെ തന്നെ അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഹെൽത്ത് സ്പ്രെഡ് ചെയ്യണമെങ്കിലും അത് തരാൻ പറ്റില്ല. നമുക്ക് എത്ര ആർട്ടിഫിഷ്യലായിട്ട് മഴ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര ആർട്ടിഫിഷ്യലായിട്ട് ലൈഫ് ഉണ്ടാക്കാൻ പറ്റും? പ്രകൃതിയാണ് അതിൻ്റെ അൾട്ടിമേറ്റ്. സോ എർത്തിന്റെ പ്രകൃതിയാണ് സെന്റർ, അല്ലാണ്ട് മാൻ അല്ല എന്നുള്ള വിശ്വാസമാണ് ഈ ഇക്കോസെൻട്രിസം വേഴ്സസ് ആൻഡ്രോപോസെൻട്രിസം പറയുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, നൗ വി നീഡ് ടു ആക്സെപ്റ്റ് ദിസ് ഫാക്ട്. മെൻ അല്ല സെന്റർ, പ്രകൃതിയാണ്. ആൻഡ് എർത്ത് ന്യൂട്രേഴ്സ് ഡിവേഴ്സ് ഇക്കോസിസ്റ്റം. എർത്താണ് പല ഇക്കോസിസ്റ്റംസും ഡെവലപ്പ് ചെയ്യുന്നത്. Okay, and now we come to the, I think it's the last section, the poetry of the forest. So ഇതിൽ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു വർക്കിനെ അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, the writer highlights the work and how Rabindranath Tagore was an inspiration to turn to nature and forest freedom. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ എങ്ങനെയാണ് റിട്ടേൺ ടു നേച്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റ് പറഞ്ഞു തന്നെന്നുള്ളത് പറയാം. ടാഗോർ സ്റ്റാർട്ടഡ് ലേണിംഗ് സെന്റർ ഇൻ സാഞ്ചി നികേതൻ ഇൻ വെസ്റ്റ് ബംഗാൾ ആസ് എ ഫോറസ്റ്റ് സ്കൂൾ which became university in 1921. Okay, in his essay Tapovan, he mentions the importance of nature and forest and how forest helps the society. സോ ഈവൻ രവീന്ദ്രനാഥ് ടാഗോർ വരെ ആളൊരു റിയൽ എക്സാമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻസും ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. എന്താണ് ഓതർ രവീന്ദ്രനാഥ് ടാഗോറിനെ കണക്ട് ചെയ്ത് പറയുന്ന ഒരു ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള കാര്യം? സോ തിങ് എന്താന്ന് വെച്ചാൽ, ടാഗോർ ഒരു ശാന്തി നികേതനിൽ വെസ്റ്റ് ബംഗാളിലുള്ള സ്ഥലത്ത് ശാന്തി നികേതൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലേണിംഗ് സെന്റർ സ്റ്റാർട്ട് ചെയ്യേണ്ടായിരുന്നു. ഒന്നുമില്ല, ആളുടെ കുറച്ച് ടീച്ചിങ്സ് പഠിപ്പിക്കാനായിട്ട്. ഓക്കെ, അത് സെറ്റ് ചെയ്ത ഒരു കാടിൻ്റെ ഉള്ളിലാണ്. നിങ്ങൾക്ക് ശാന്തി നികേതൻ്റെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും യൂട്യൂബിൽ, അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഫുൾ മരങ്ങളാൽ നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയ, അതിൻ്റെ ഉള്ളിലാണ് ഈ ശാന്തി നികേതൻ എന്ന് പറഞ്ഞ സ്ഥലം. അതിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, വിച്ച് ബിക്കം യൂണിവേഴ്സിറ്റി ഇൻ 1921. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഈ പ്രകൃതി ജീവികൾ, ഈ പക്ഷികൾ, പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസെക്റ്റുകൾ, ഒരുപാട് ടൈപ്പ് ബേർഡുകൾ, അണ്ണാൻ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഈ പഠിക്കണവരുടെ കൂടെ തന്നെ എക്സിസ്റ്റ് ചെയ്തിട്ട് ഭയങ്കര ജോളിയായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. സോ അത് പോസിബിൾ ആണെന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ് രവീന്ദ്രനാഥ് ടാഗോർ. അതുപോലെ തന്നെ ആളുടെ തപോവൻ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ ഈ ഇമ്പോർട്ടൻസ് ഓഫ് നേച്ചർ ആൻഡ് ഫോറസ്റ്റ് കാണിക്കുന്നുണ്ട് സൊസൈറ്റിക്ക്. ഓക്കെ, സോ അതും
ഒരു വാലിഡ് പോയിന്റ് ആണ്. സോ ഇൻ ടാഗോർസ് റൈറ്റിംഗ് ദ ഫോറസ്റ്റ് വാസ് നോട്ട് ദി സോഴ്സ് ഓഫ് നോളജ് ബട്ട് ദ സോഴ്സ് ഓഫ് ബ്യൂട്ടി ആൻഡ് ജോയ് ആൻഡ് ദി ആർട്ട് ഓഫ് എസ്തെറ്റിക്സ് ഓഫ് ഹാർമണി ഓഫ് പെർഫെക്ഷൻ. സോ ടാഗോറിന്റെ റൈറ്റിംഗിൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു നോളജ് സോഴ്സ് മാത്രമല്ല, പക്ഷെ എന്താ പറയുക, ബ്യൂട്ടി, ജോയ്, ആർട്ട്, എസ്തെറ്റിക്സ്, ഹാർമണി ആൻഡ് പെർഫെക്ഷൻ ഇതെല്ലാം ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, അല്ലാണ്ട് വെറുതെ എന്താ പറയുക നോളജ് മാത്രം കിട്ടുന്നൊരു സ്ഥലമല്ല. മനുഷ്യന് സന്തോഷവും അതുപോലെ തന്നെ എസ്തെറ്റിക്സ്, നമ്മൾക്ക് എന്താ പറയുക ഭംഗി ആസ്വദിക്കുന്നത്, അല്ലെ, ചെടികളുടെ ഭംഗി, പൂക്കളുടെ ഭംഗി, അതുപോലെ തന്നെ മണ്ണിൻ്റെയും പാറകളും, ഇതിനെയൊക്കെ എസ്തെറ്റിക്സും ഹാർമണിയും പെർഫെക്ഷനും ആസ്വദിക്കാനുള്ള സ്ഥലം കൂടിയാണ്. നമ്മളൊക്കെ കണ്ടിട്ടില്ല ഒരുപാട് ആളുകൾ ഈ എഴുത്തുകാരൊക്കെ പണ്ട് കാട്ടിൽ പോയി താമസിച്ചിട്ട് എഴുതും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അവർക്ക് ഭയങ്കര ചിന്തിക്കാനൊക്കെ പറ്റും, ക്രിയേറ്റിവിറ്റി വരുന്നൊക്കെ പറഞ്ഞു. സോ ടാഗോർ അങ്ങനത്തെ ഒരാളായിരുന്നു. ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോർ. ടാഗോർ ഓൾസോ മെൻഷൻസ് വേരിയസ് അതർ വേസ് ദാറ്റ് നേച്ചർ ടീച്ചേഴ്സ് ഹ്യൂമൻ സൊസൈറ്റി ടു ലേൺ ടു ലിവ് ഇൻ ഹ്യൂമാനിറ്റി ആൻഡ് ഇറ്റ് ഈസ് ദ ഫോറസ്റ്റ് ദാറ്റ് ക്യാൻ ഷോസ് ദ വേ ബിയോണ്ട് കോൺഫ്ലിക്റ്റ്. അതുപോലെ തന്നെ ആള് വേറൊരു കാര്യം കൂടെ ടാഗോറിന്റെ അടുത്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ, നേച്ചറിന്, പ്രകൃതിയിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് പല ലെസൺസും പഠിക്കാൻ പറ്റും. ഹ്യൂമൻ സൊസൈറ്റിക്ക് എങ്ങനെ ലിവ് ചെയ്യണം, ഹ്യൂമാനിറ്റിയോട് കൂടെ ലിവ് ചെയ്യണം, മനുഷ്യത്വത്തോടു കൂടെ ലിവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതെല്ലാം ഫോറസ്റ്റിൽ പോയി നോക്കിയാൽ നമുക്ക് ഫോറസ്റ്റ് പ്രകൃതിയിൽ നിന്ന്, നേച്ചർ ഫോറസ്റ്റ് അല്ല പ്രകൃതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് എ ഫോറസ്റ്റ് ദാറ്റ് ക്യാൻ ഷോ us ദ വേ ബിയോണ്ട് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് ഇല്ലാണ്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റോട് കൂടിയിട്ടല്ലാതെ ഒരു ജീവിതം നയിക്കണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഫോറസ്റ്റ് നിന്ന് കാണാൻ ഈ ഒരു എസ്സേ കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ടെക്സ്റ്റുള്ളതല്ല, നല്ലൊരു ബേസിക് കൺക്ലൂഷൻ ആണ്. So essay by Vandana Shiva offers insight, awareness about nature and pleads the integration of humans with nature. ഹ്യൂമൻ ബീയിങ്ങിനും നേച്ചറിനുള്ള ഒരു ഇൻ്റഗ്രേഷൻ, ഒരു ഒത്ത് ജീവിച്ചു പോലെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാണ് വന്ദന ശിവ ചെയ്യണം. ഓക്കെ, വന്ദന ശിവ ഇസ് ആൻ ഇന്റർനാഷണൽ റിനൗണ്ട് ആക്ടിവിസ്റ്റ് ഫോർ ബയോഡൈവേഴ്സിറ്റി ആൻഡ് അഗെയിൻസ്റ്റ് കോർപ്പറേറ്റ് ഗ്ലോബലൈസേഷൻ. In the essay Everything I Need to Know I Learned in the Forest, she reveals her readers about her early lessons in environmentalism. ആളുടെ എൻവയോൺമെന്റലിസത്തിൽ വന്നിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഫേസ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, ബേസിക് കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് കോ എക്സിസ്റ്റൻസ്, ഗുഡ് ലൈഫ് ഫ്രം ഫോറസ്റ്റ്, ഡിവേഴ്സിറ്റിയോടുകൂടെ എങ്ങനെ ജീവിക്കാം, ഫ്രീഡം ഡിവേഴ്സിറ്റിയോട് ജീവിക്കാം, ഫോറസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു നേച്ചറിൽ നിന്ന് എങ്ങനെ മനുഷ്യന് എന്തൊക്കെ പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ആൾ പറയുന്നത് എന്നുള്ളൊരു പോയിന്റാണ് സമ്മറൈസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. പ്രധാനമായിട്ടും അവരുടെ പല ഇൻസ്റ്റൻസുകളാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഇൻസ്റ്റൻസുകൾക്കാണ് ഇമ്പോർട്ടൻസ്. ക്വസ്റ്റ്യൻസ് കൂടുതൽ ആളുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് ചോദിക്കുക. അപ്പോൾ വന്ദന ശിവയുടെ കോൺസെപ്റ്റ് ഓഫ് എന്താ പറയുക, മാൻ നേച്ചർ റിലേഷൻഷിപ്പ് ബോണ്ട് ചെയ്യണത് എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ ആ ഫാമിൻ്റെ കാര്യം പറയണം. അതുപോലെ തന്നെ ടാഗോറിൻ്റെ രീതിയിൽ കൺക്ലൂഡ് ചെയ്ത് അങ്ങനെ കണ്ടില്ലേ, അങ്ങനെയാണ് ചോദ്യങ്ങൾ മെയിൻലി പറയാൻ ചാൻസ്. സോ ഈ പോയിന്റ്സ് തന്നെ സമ്മറൈസ്ഡ് പോയിന്റുകളാണ്, നോക്കി നിങ്ങൾ പഠിച്ച് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.